ഉർവശി റുട്ടാലയോ? എന്ത് രസാണ്. ഓരോ തവണ ഓരോ വെറൈറ്റി ഡ്രസ്സായിട്ടാണല്ലോ വരണേ. റിമിയാൻഡി കണ്ട പോണിട്ടയില് നമ്മള് രണ്ടുപേരും പോണിട്ടയില്. എടാ ഇത് അല്ല റിമിയാൻഡി കുഞ്ഞായിരുന്നപ്പോ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാറുണ്ട്. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് സമ്മാനം മേടിക്കുന്ന കണ്ണാത്തുമ്പിക്ക 3-4 വയസ്സില്. അന്ന് ഏകദേശം ഒരു വെള്ളയും റെഡും ഇതേപോലെ ഇങ്ങനെ. പക്ഷെ ഫോട്ടോ മിസ്സായി പോയി, അല്ലെങ്കിൽ ഞാൻ കാണിക്കായിരുന്നു ഇങ്ങനെ ഒരു ഉടുപ്പ്. പക്ഷെ ഞാൻ റിമിയെ കാണുമ്പോഴും ഏകദേശം ഒരു ഉടുപ്പായിരുന്നു. ഒരു വൈറ്റ് കളർ ഡ്രസ്. ശിവാങ്കി ചേച്ചി കുഞ്ഞായിരുന്നപ്പോ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടോ? ഇപ്പോഴും ഇങ്ങനത്തെ ഇടണ സത്യം. ബൊഗൈൻ വില്ലയുടെ കളറ്. അതെ മക്കളെ ഇത് ക്യാൻ ഫെസ്റ്റിവലിലൊക്കെ പോയിട്ട് വരണ പോലെ ഉണ്ട്. ബാക്കില് അതെങ്ങനെ ഒരു ടൈല് സ്റ്റൈലിഷ് അല്ലേ? ഇത് കലക്കി കേട്ടോ. എനിക്ക് ആ കളർ വളരെ ഇഷ്ടപ്പെട്ടു. മെയിനോട്ട് എനിക്ക് വലിയ ആഗ്രഹം ഇങ്ങനത്തെ ഡ്രസ് അങ്ങ് ഇടണം. പിന്നെ നമുക്ക് ആഗ്രഹമുണ്ട് അത് വെച്ചോണ്ടിരിക്കരുത്. അപ്പൊ ഞാനിടും. നമ്മുടെ ഡൊമിനിക്കന്നെ വിളിക്കട്ടെ, ഒരെണ്ണം അങ്ങ് സൈസിന് ഇപ്പൊ തന്നെ ഈ ബ്രേക്കിന്റെ സമയത്ത് നമ്മൾ അളവെടുക്കുന്നു. അടുത്ത എപ്പിസോഡ് ബർത്ത്ഡേക്ക് ഞാൻ ഈ ഡ്രസ് ഇട്ട് വന്നാലോ? നന്നായിരിക്കും. ചേച്ചി ഒരു കാര്യം ചെയ്യും, ഇപ്പൊ ഒരു പ്രോമിസ് ചെയ്യേ, ഇന്ന എപ്പിസോഡിൽ ബർത്ത്ഡേക്ക് ഞാൻ ഇങ്ങനെ ഒരു ഫ്രോക്ക് ഇട്ട്. എനിക്ക് തോന്നണില്ല, എനിക്ക് തോന്നണില്ല പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്ന. എനിക്ക് തോന്നുന്നു അല്ല അത്രയ്ക്ക് ധൈര്യം ബിന്നിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, ഞാൻ ഇടൂല. മധു എന്നെ നിരുത്സാഹപ്പെടുത്തി. ഞാൻ നിരുത്സാഹപ്പെടുത്തല്ല, വെല്ലുവിളിക്കാണ്. അത് വെല്ലുവിളിയാ. ഇവിടെ ഇടണ്ടല്ലോ, ഞാൻ വെളിയിടും. ഇവിടെ ഇട്ട് എന്താ പിന്നെ എനിക്ക് ഇവിടെ ഇട്. ഇവിടെ എല്ലാരും എന്നെ കളിയാക്കുന്നേ. ആദ്യം എന്റെ മധു ഞാൻ കളിയാക്കിയതല്ല. മധുങ്ങൾ കളിയാക്കരുതേ. ഇല്ല കളിയാക്കത്തില്ല. ഓർക്കസ്ട്രക്കാരെ നോക്കി വിടുന്ന എല്ലാരും ആലോചിച്ച് നോക്കി പിന്നെ ഈ വേഷത്തിന് നിൽക്കുന്നത്. വേണ്ടെന്നല്ല, ഓക്കേ ശരി. അവരോടുവോന്നോ? അവര് പറഞ്ഞ് തള്ളിവിട്ടാലും പോകില്ലല്ലോ. അതില്ലേ ഇവിടെ 3 ആൾക്കാര് വന്നിട്ടുണ്ട്. അത് ആൾക്കാരൊക്കെയാ? എന്റെ 2 ചേച്ചിമാരും അമ്മ. ആണോ? ഏത് ചേച്ചിമാരാ? ഒരേപോലെ ഇരിക്കുന്ന പേര് റിലേറ്റീവ് ആണോ? കസിൻസാ? എപ്പോഴും കാണാറുണ്ട്. ആണ്. എന്താ അവരുടെ പേര്? കാത്തു ചേച്ചിയും കിങ്ങിണി ചേച്ചിയും. അവരുടെ അമ്മയുടെ പേര്? അമ്മയുടെ പേര് സുമാൻഡി. സുമാൻഡി. കാത്തു കിങ്ങിണി. കൈപൊക്കിക്കേ. അയ്യോ ഹായ് കാത്തു, ഹായ് കിങ്ങിണി. രണ്ടൊരു സുന്ദരി കുട്ടികൾ കേട്ടോ. ഒരു മേക്കപ്പ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഒന്ന് വർക്ക് ചെയ്തു വന്നാ എങ്ങനെയാന്ന് നോക്കി. എനിക്ക് നല്ല ഫീച്ചേഴ്സ് ഒക്കെ. അത് പിന്നെ നമ്മുടെ ആൻസർ കുട്ടിയുടെ കസിൻസ് അല്ലേ? അതെ, അങ്ങനെ വരൂ. മക്കളെ ഏത് പാട്ട് പാടുന്നേടാ? കള്ളക്കുറുമ്പി ചെല്ലക്കുറുമ്പി. അല്ലേ? അത് ആൻസർ കുട്ടി പാടുന്ന കാണാൻ നല്ലതായിരിക്കും, നന്നായിരിക്കുമല്ലോ. കാരണം ആൻസർ കുട്ടി ഒരു കള്ളക്കുറുമ്പി അല്ലേ? അതെ. ഡാൻസ് ചെയ്യുന്നുണ്ടോ? ചിരിയുണ്ട്. ഡാൻസേഴ്സ് ഉണ്ടോ? ഉണ്ടല്ലേ? എന്നാ പാട്ടിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു വേഗം. മ്യൂസിക് എം ജെ ചന്ദ്രൻ സാർ. യെസ്. ഇനി ലിറിക്സ് എനിക്കറിയാം. സിംഗർ എനിക്കറിയാം. അതൊക്കെ പഠിക്കണം. പാട്ട് മാത്രം പഠിച്ചാ പോരാ. ഞാൻ പഠിച്ചു, മറന്നുപോയെന്ന്. പഠിച്ചതാണ്. ആണോ ചേച്ചി? മറന്നുപോയതാണല്ലേ? പഠിച്ചതാണ്. ഓ, മറന്നുപോയി. ഇവിടെ വന്ന് നമ്മള് വർത്താനൊക്കെ പറയുമ്പോഴേ മറന്നു. അപ്പൊ പാടിയതാരാ? പാടിയത് സുജാത മാം. എന്തുന്നാ? ബേബി വിദ്യ. ബേബി വിദ്യ വിശ്വംഭരൻ. വിദ്യാ വിശ്വംഭരൻ. അങ്ങനെയുണ്ട്. പിന്നെ ലിറിക്സ് എസ് രമേശൻ നായർ സാർ. ലിറിക്സ് കേട്ടോ. സിനിമയുടെ പേര് അല്ല, ലിറിക്സ് എഴുതിയ അദ്ദേഹത്തിന്റെ പേര് എസ് രമേശൻ നായർ സാർ. രമേശൻ നായർ സാർ. സിനിമയുടെ പേര് എനിക്ക് സത്യം ഇട്ടറിയാം. സത്യം. അപ്പൊ അത് മാത്രമാണ് മനസ്സിലായത്. അതങ്ങനെ പറയണമെന്ന് നേരത്തെ ആലോചിച്ച് വെച്ചിരിക്കുക. അല്ല, സിനിമയുടെ ഇയർ 2004. വെരി ഗുഡ്. യെസ്. ഓക്കെ, അപ്പൊ പാടിയല്ലോ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. കളക്കുറുമ്പി
സൂപ്പർ സൂപ്പർ വെരി നൈസ് വെരി നൈസ്. ഓക്കെ മിടുക്കി. അപ്പൊ ഇന്ന് പാട്ട് വൃത്തിയായിട്ട് പാടി ആ. ഒരു തത്തര മാത്രം പോയി. അത്ര മാത്രം. ആ അപ്പൊ ആ പോയിന്റ് പേരിൽ ഉള്ള മാർക്കാണ് കേട്ടോ വരാൻ പോണത്. 99 ഔട്ട് ഓഫ് 100. ഈ സിനിമയിലും ഇതേപോലെ ഒരു നല്ല ചക്കര വാവ ഉണ്ടായിരുന്നു തരുണി. അതെ. ഓഹ്, അത് അതെ 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 ആർക്കും മറക്കാൻ പറ്റില്ല. അയ്യോ, ആ അതെ. കുട്ടിയില്ലേ? അതെ അതെ ആക്സിഡന്റിൽ മരിച്ചത്. അതെ അതെ എനിക്കിഷ്ടോ പേരിലൊരു ക്യൂട്ട് പൂക്കുറ്റി കൊടുക്കാം. ചിരിയാ. അതെ. അതെ ആടിയൊരു കള്ളക്കുറുമ്പി പൂക്കുറ്റി. Thank you.